നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുസ്തകത്തിലേക്ക്, അതിൻ്റെ ആമുഖത്തിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലുവാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ, അനുഭവങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചില അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതെ. മാനസിക മാറ്റങ്ങൾക്ക് NLP തത്വങ്ങൾ എന്ന പുസ്തകം, അതിൻ്റെ ആമുഖമാണ് നമ്മുടെ വിഷയം. ഇതൊരു വെറും പുസ്തക പരിചയപ്പെടുത്തലല്ല കേട്ടോ. അല്ല. അതിലെ ആശയങ്ങൾ, അതിൻ്റെ ഒരു കാതൽ എന്താണെന്ന് മനസ്സിലാക്കാനും അതെങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രസക്തമാവുന്നുവെന്ന് കണ്ടെത്താനുമുള്ളൊരു ശ്രമം. ശരിയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിനാണ്. മാനസിക മാറ്റങ്ങൾക്ക് NLP തത്വങ്ങൾ. ഈ പുസ്തകത്തിലെ വളരെ ആഴമുള്ള ആശയങ്ങളുണ്ട്, പ്രായോഗിക വഴികളുണ്ട്. അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപുള്ളൊരു വാതിലെന്ന് പറയാം. അതാണ് ഈ ആമുഖം. പുസ്തകത്തിൽ തന്നെ ആമുഖത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ അതേപടി ഞാൻ വായിക്കാം, ശ്രദ്ധിക്കണേ. മാനസിക മാറ്റങ്ങൾക്ക് NLP തത്വങ്ങൾ എന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പോഡ്കാസ്റ്റ്. പുസ്തകരചന മൊയ്നു, ഓഡിയോ ബേസ്ഡ് പോഡ്കാസ്റ്റ് ബൈ സക്സസ് വാലി അക്കാഡമി. ഇനി ഗ്രന്ഥകർത്താവിനെപ്പറ്റി പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ. മൊയ്നു is a lawyer turned internationally certified trainer, TA and NLP master practitioner and author of more than 50 books. അതായത് നിയമബിരുദധാരിയായിരുന്നു മൊയ്നു. പിന്നീട് അദ്ദേഹം തന്റെ കരിയർ മാറ്റി ഒരു ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ട്രെയിനറായി. അതുപോലെ ട്രാൻസാക്ഷണൽ അനാലിസിസ് അഥവാ TA, പിന്നെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അതായത് NLP, ഇതിലൊക്കെ ഒരു മാസ്റ്റർ പ്രാക്ടീഷണറായി വൈദഗ്ധ്യം നേടി. കൊള്ളാം. അതുമാത്രമല്ല, 50-ൽ കൂടുതൽ പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ പുസ്തകത്തിൽ പറയുന്ന NLP തത്വങ്ങളുമായി ബന്ധപ്പെട്ട കോഴ്സുകളെക്കുറിച്ചോ മറ്റോ കൂടുതൽ അറിയണമെങ്കിൽ 9995053535 എന്ന നമ്പറിൽ വിളിക്കാമെന്നും പുസ്തകത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ശരി. അപ്പോ ഇത്രയും അനുഭവ പരിചയമുള്ള, അറിവുള്ള ഒരാള്, അദ്ദേഹം തന്റെ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളെ ശരിക്കും ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, അതിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ചില അടിസ്ഥാന സത്യങ്ങൾ. അപ്പോ നമുക്ക് ആ ആശയങ്ങളിലേക്കൊന്ന് കടന്നു നോക്കാം. നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ തലങ്ങളെ ഈ തത്വങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ശരിയാണ്. തുടക്കത്തിൽ തന്നെ വളരെ പവർഫുള്ളായൊരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? അതെ. നമ്മളിൽ മിക്കവരും ജീവിതത്തിൽ മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നവരാ. തീർച്ചയായും. നല്ല ജോലി വേണം, സാമ്പത്തികമായി മെച്ചപ്പെടണം, ബന്ധങ്ങൾ നന്നാവണം, ആരോഗ്യം, പിന്നെ വിജയം, അങ്ങനെ ലിസ്റ്റ് നീളും. ഈ മാറ്റങ്ങൾക്കായിട്ട് നമ്മൾ എവിടെയാ നോക്കുന്നേ? മിക്കവാറും പുറത്തുള്ള കാര്യങ്ങളിലാണല്ലേ? ശരിയാണ്. ചുറ്റുമുള്ളവർ മാറിയാൽ, സാഹചര്യങ്ങൾ ശരിയായാൽ എന്റെ ജീവിതമങ്ങ് ശരിയാവുമെന്ന് കരുതുന്നവരാ നമ്മളിൽ കൂടുതലും പേരും. അതെ, ഒരു സാധാരണ ചിന്താഗതിയാണത്. പക്ഷേ എഴുത്തുകാരൻ ആ ചിന്തയെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഒരടിസ്ഥാന യാഥാർത്ഥ്യം നമ്മളെ ഓർമ്മിപ്പിക്കുക. അദ്ദേഹം പറയുന്നതിങ്ങനെയാണ്: പുറത്തുള്ള ലോകം ഒരു കണ്ണാടി മാത്രമാണ്. നമ്മൾ കാണുന്നത് മാറ്റണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണെന്ന് മാറ്റണം. കൃത്യം. ഇംഗ്ലീഷിലും പറയുന്നുണ്ട്, "The world outside is only a mirror. If we want to change what we see, we must first change what we are." അതെ. ഇതൊന്ന് ആലോചിച്ചു നോക്കിക്കേ. ഒരു ഞെട്ടലുണ്ടാക്കുന്ന ചിന്തയല്ലേ? ശരിക്കും. നമ്മുടെ പുറം ലോകം, നമ്മൾ അനുഭവിക്കുന്ന റിയാലിറ്റി, അത് നമ്മുടെ ഉള്ളിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രം, പ്രതിഫലനം മാത്രം. അതിന്റെ അർത്ഥം മാറ്റം തുടങ്ങേണ്ടത് പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. തീർച്ചയായും. ഈ കണ്ണാടി എന്ന ആശയം അതൊരു വെറും ഭംഗിവാക്കല്ല, ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. ഗ്രന്ഥകർത്താവിത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ലോകം തന്നെയുണ്ട് എന്നാണ്. ഉള്ളിലോ? അതെ, ഒരു പ്രപഞ്ചം പോലെ. അത്രയും സങ്കീർണമാണ്, അതിശക്തവുമാണ് ആ ആന്തരിക ലോകം. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഫീലിംഗ്സ്, നിങ്ങൾ മുറുകെ പിടിക്കുന്ന വിശ്വാസങ്ങൾ, നിങ്ങൾ പോലും അറിയാതെ പിന്തുടരുന്ന ചില പെരുമാറ്റ രീതികളില്ലേ, പാറ്റേൺസ്? ശീലങ്ങൾ പോലെ. അതെ, പാറ്റേണുകൾ. ഇവയെല്ലാം ചേർന്നതാണ് നിങ്ങളുടെ ആന്തരിക ലോകം. ഇതിൽ ചില കാര്യങ്ങൾ പാരമ്പര്യമായി കിട്ടിയതാവാം. ചില വിശ്വാസങ്ങൾ വീട്ടുകാരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ കിട്ടിയതാവാം. മറ്റു ചില ചിന്താരീതികൾ നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാവാം. ശരിയാണ്. വേറെ ചില പാറ്റേണുകളുണ്ട്, ചിലപ്പോൾ കുട്ടിക്കാലത്തോ മറ്റോ ഉണ്ടായതാവാം.
ഇന്ന് നമ്മളത് ഓർക്കുന്നുപോലുമുണ്ടാവില്ല. നമ്മുടെ ബോധമനസ്സിനപ്പുറത്തായിരിക്കും അതിന്റെ പ്രവർത്തനം. ഗ്രന്ഥകർത്താവ് ഇവിടെ ഉറപ്പിച്ചു പറയുന്നൊരു സത്യമുണ്ട്. എന്താണത്? ഈ ആന്തരിക ലോകമാണ് നിങ്ങൾ പുറത്ത് അനുഭവിക്കുന്ന ഓരോ കാര്യത്തെയും, ഓരോ സാഹചര്യത്തെയും, ഓരോ ബന്ധത്തെയും തീരുമാനിക്കുന്നത്, രൂപപ്പെടുത്തുന്നത്. എല്ലാത്തിനെയും. നിങ്ങളുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ അതില്ലായ്മ, നിങ്ങളുടെ ഭയം, നിങ്ങളുടെ സന്തോഷം, സമാധാനം, എന്തിനേറെ നിങ്ങളുടെ പരിമിതികൾ എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ പോലും. ഇതൊന്നും ശരിക്കും പുറത്തുള്ള സാഹചര്യങ്ങളിൽ നിന്നല്ല ഉത്ഭവിക്കുന്നത്. മറിച്ച് നിങ്ങളുടെ മനസ്സ്, അതാ സാഹചര്യങ്ങളെ എങ്ങനെ കാണാൻ പഠിച്ചു, എങ്ങനെ വ്യാഖ്യാനിക്കാൻ പഠിച്ചു, എങ്ങനെ പ്രതികരിക്കാൻ പഠിച്ചു, അതിലൂടെയാണ് അതെല്ലാം രൂപപ്പെടുന്നത്. അതായത് സംഭവങ്ങളല്ല പ്രധാനം, അതിനോടുള്ള നമ്മുടെ പ്രതികരണമാണോ? അതെ, സംഭവങ്ങളോടുള്ള നിങ്ങളുടെ ആന്തരിക പ്രതികരണം, അതാണ് നിങ്ങളുടെ അനുഭവത്തിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. ഇതൊരു വലിയ തിരിച്ചറിവാണല്ലോ. ആണ്. നമ്മുടെ അനുഭവങ്ങളുടെ എല്ലാം കൺട്രോൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നാണോ ഇതിന്റെ അർത്ഥം? അതെ. അങ്ങനെയെങ്കിൽ ഈ ആന്തരിക ലോകത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ആവശ്യമെങ്കിൽ മാറ്റാൻ പറ്റുമോ? നല്ല ചോദ്യം. അവിടെയാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അഥവാ NLP തത്വങ്ങളുടെ പ്രാധാന്യം വരുന്നത്, അല്ലേ? അതെ, എഴുത്തുകാരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. NLP എന്നത് മനസ്സിനെന്തോ പുതിയ ടെക്നിക്ക് പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ അറിയാത്ത എന്തോ രഹസ്യം കണ്ടുപിടിക്കുന്നതോ അല്ലെന്ന്, മറിച്ച് നമ്മളെപ്പോഴോ അറിഞ്ഞിരുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ ജീവിതത്തിരക്കിലോ തെറ്റായ ധാരണകൾ കൊണ്ടോ നമ്മൾ മറന്നുപോയ ചില അടിസ്ഥാന സത്യങ്ങളുണ്ട്. അതിനെ വീണ്ടും ഓർത്തെടുക്കലാണ്, ഒരു വീണ്ടെടുക്കലാണ് NLP ചെയ്യുന്നത്. വളരെ ശരിയാണ്. റീകോളിംഗ് വാട്ട് യു ഓൾറെഡി ന്യൂ. അതായത് ഈ കഴിവുകളൊക്കെ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, നമ്മളത് തിരിച്ചറിഞ്ഞില്ല, അത്രയുള്ളൂ. അതെ, ഒരു കണ്ടെത്തലാണ്. നമ്മുടെ ഉള്ളിലെ നിധി കണ്ടുപിടിക്കുന്ന പോലെ. ഗ്രന്ഥകർത്താവ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഭയങ്കര ശക്തമായ ചില ടൂൾസ്, പവർഫുൾ ടൂൾസ് ഉണ്ട് എന്ന. ഉപകരണങ്ങളോ? എന്തിനുള്ള? നിങ്ങളുടെ മാനസിക ഭൂപടങ്ങൾ, മെന്റൽ മാപ്സ് മാറ്റിയെഴുതാനുള്ള ഉപകരണങ്ങൾ. മാനസിക ഭൂപടമോ? അതെന്താണ്? അത് നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നു, നിങ്ങളെ തന്നെ എങ്ങനെ കാണുന്നു, നിങ്ങളുടെ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ എന്തു വിശ്വസിക്കുന്നു, ഇതിന്റെയൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ളൊരു ചിത്രമില്ലേ, ഒരു ധാരണ, അതാണ് മാനസിക ഭൂപടം. ശരി. ആ ഭൂപടം മാറ്റിയെഴുതാൻ NLP സഹായിക്കും. അതുപോലെ നിങ്ങളുടെ വൈകാരികാവസ്ഥകൾ, ഇമോഷണൽ സ്റ്റേറ്റ്സ്, വികാരങ്ങൾ, അതെ, ദേഷ്യം, സങ്കടം, പേടി, ടെൻഷൻ, അതുപോലെ സന്തോഷം, സമാധാനം, ആത്മവിശ്വാസം, ഈ വികാരങ്ങളെ നിങ്ങൾക്കാവശ്യമുള്ള രീതിയിൽ ബോധപൂർവം മാറ്റിയെടുക്കാൻ, നിയന്ത്രിക്കാൻ NLP തത്വങ്ങൾ സഹായിക്കും. ചുമ്മാ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒഴുകിപ്പോവാതെ. അതെ, നിങ്ങൾക്കാവശ്യമുള്ള സ്റ്റേറ്റ് തെരഞ്ഞെടുക്കാൻ പഠിക്കുക. ഇതിന്റെയൊക്കെ ഫലമായിട്ട് ജീവിതത്തിലെ എല്ലാ ഏരിയയിലും, ആരോഗ്യം, ബന്ധങ്ങൾ, ജോലി, പണം, എല്ലായിടത്തും നല്ല മാറ്റങ്ങൾ, പോസിറ്റീവായ മാറ്റങ്ങൾ, അതായത് ആന്തരിക ഷിഫ്റ്റുകൾ കൊണ്ടുവരാനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്ന തിരിച്ചറിവാണ് NLP നൽകുന്നത്. ഇത് വെറും തിയറിയല്ല, പ്രായോഗികമായ മാറ്റത്തിനുള്ള വഴിയാണ്. ഈ ഉപകരണങ്ങൾ, കഴിവുകളൊക്കെ ഉള്ളിലുണ്ട് എന്ന് കേൾക്കുമ്പോൾ നല്ല പ്രതീക്ഷ തോന്നുന്നുണ്ട്. ഇത് പ്രായോഗികമായിട്ട് എങ്ങനെ ഉപയോഗിക്കുക? സ്വാഭാവികമായും ഒരു സംശയം വരുമല്ലോ. ആ സംശയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഗ്രന്ഥകർത്താവ് ഈ പുസ്തകത്തിലെ തത്വങ്ങളെ വെറും ആശയങ്ങൾ എന്നല്ല പറയുന്നത്. പിന്നെയോ? അദ്ദേഹം അതിനെ വിളിക്കുന്നത് ജീവനുള്ള താക്കോലുകൾ എന്നാണ്. താക്കോൽ എന്തിനാ? പൂട്ടിക്കിടക്കണ വാതില് തുറക്കാൻ. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ സാധ്യതകളുടെ വാതിലുകൾ, അത് തുറക്കാനുള്ള താക്കോലുകളാണ് ഈ തത്വങ്ങൾ. ഇവ ഇങ്ങനെ ദൂരെ നിന്ന് നോക്കി മനസ്സിലാക്കാനുള്ളതല്ല, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉടനടി ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഈ താക്കോലുകൾ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന്. പറയൂ. 1. ഭയത്തെ വ്യക്തത കൊണ്ട് മാറ്റിസ്ഥാപിക്കാൻ. റീപ്ലേസ് ഫിയർ വിത്ത് ക്ലാരിറ്റി. ഭയത്തെ വ്യക്തത കൊണ്ടോ? അതെ, പലപ്പോഴും നമ്മൾ പേടിക്കുന്നത് എന്തിനെയാണെന്ന് നമുക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടാവില്ല. ആ പേടിയെ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കുക, അതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുക, അതിനെ നേരിടാൻ വ്യക്തമായ വഴികൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഭയം പതിയെ ഇല്ലാതാകും. 2. പ്രതിരോധത്തെ ജിജ്ഞാസ കൊണ്ട് നേരിടാൻ. മീറ്റ് റെസിസ്റ്റൻസ് വിത്ത് ക്യൂരിയോസിറ്റി. പ്രതിരോധം, അതായത് ഒരു തടസ്സം പോലെ. ഒരു പുതിയ കാര്യത്തോട്, അല്ലെങ്കിൽ ഒരു മാറ്റത്തോട്, അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് മനസ്സിലൊരു തടസ്സം,
ഒരു റെസിസ്റ്റൻസ് തോന്നുമ്പോൾ ദേഷ്യപ്പെടുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതിന് പകരം ഒരു കൗതുകത്തോടെ അതിനെ സമീപിക്കുക. എന്താ എനിക്കിങ്ങനെ തോന്നുന്നത്, ഈ റെസിസ്റ്റൻസിന് പിന്നിൽ എന്താ എന്ന് സ്വയം ചോദിക്കുക. ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അത് ആ റെസിസ്റ്റൻസിനെ അലിയിച്ചു കളയും. കൊള്ളാം. 3. മറ്റുള്ളവരെ വിധിക്കുന്നതിനെ അനുകമ്പ കൊണ്ട് മറികടക്കാൻ. ഓവർകം ജഡ്ജ്മെന്റ് വിത്ത് കമ്പാഷൻ. നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണല്ലേ ജഡ്ജ് ചെയ്യുന്നത്? ആണ്. ഒരാളുടെ പ്രവൃത്തിയെ പെട്ടെന്ന് വിലയിരുത്തി ഒരു നിഗമനത്തിലെത്താതെ അവരുടെ സാഹചര്യം എന്തായിരിക്കും, അവരുടെ കാഴ്ചപ്പാടെന്തായിരിക്കും എന്നൊക്കെയൊന്ന് മനസ്സിലാക്കുക. അവരോടൊരു സഹാനുഭൂതി കാണിക്കുക. ഇത് ബന്ധങ്ങളെ ഒരുപാട് മെച്ചപ്പെടുത്തും. 4. അനിശ്ചിതത്വത്തെ ലക്ഷ്യബോധത്തോടെ സമീപിക്കാൻ. നാവിഗേറ്റ് അൺസർട്ടനിറ്റി വിത്ത് പർപ്പസ്. ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവല്ലോ അനിശ്ചിതത്വം. തീർച്ചയായും. മുന്നോട്ടുള്ള വഴി ക്ലിയർ അല്ലാത്ത സാഹചര്യങ്ങൾ വരും. അപ്പോ പകച്ചു നിൽക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യമെന്താണ്, നിങ്ങളുടെ വാല്യൂസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ബോധ്യം വേണം. ആ ബോധത്തോടെ ആ സാഹചര്യത്തെ നേരിടാൻ പഠിക്കുക. ഒരു പേർപ്പസ് ഉണ്ടെങ്കിൽ അൺസർട്ടനിറ്റിയിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ശരിയാണ്. അപ്പോ ഇതൊക്കെ സാധ്യമാക്കുന്ന വളരെ പ്രാക്ടിക്കലായ വഴികളും ചിന്താരീതികളുമാണ് ഈ പുസ്തകത്തിലെ തത്വങ്ങൾ. ഇത് വായിച്ചു പോകാനുള്ളതല്ല, ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കാനുള്ളതാണ്. ഈ ജീവനുള്ള താക്കോലുകൾ കൊള്ളാം. ആ ഒരു ആശയം തന്നെ വളരെ ശക്തമാണ്. അതെ. അതോടൊപ്പം തന്നെ ഗ്രന്ഥകർത്താവ് ഈ പുസ്തകത്തെ ഒരു കണ്ണാടിയോട് ഉപമിക്കുന്നില്ലേ? അതും ശ്രദ്ധേയമാണ്. സാധാരണ നമ്മൾ സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്കില്ലാത്ത എന്തോ ഒന്ന് ആ പുസ്തകം തരും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവാറുണ്ട്. ഇവിടെ അദ്ദേഹം പറയുന്നത് വേറൊരു കാര്യമാണ്. എന്താണത്? ഒരു കണ്ണാടി നമ്മുടെ മുന്നിൽ പിടിച്ചാൽ അത് നമ്മളിലില്ലാത്തതൊന്നും കാണിച്ചു തരില്ലല്ലോ. നമ്മുടെ പ്രതിബിംബം നമ്മൾ എങ്ങനെയുണ്ടോ അത് അതേപടി കാണിച്ചു തരും. ശരിയാണ്. അതുപോലെ ഈ പുസ്തകം നിങ്ങൾക്ക് പുറത്തുനിന്ന് പുതിയ കഴിവുകളോ ശക്തിയോ തരികയല്ല ചെയ്യുന്നത്. പകരം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്ന, നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ മറന്നുപോയ നിങ്ങളുടെ യഥാർത്ഥ ശക്തിയെ, സാധ്യതകളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. നമ്മളിൽ തന്നെയുള്ളതിന്. അതെ. എന്തൊക്കെയാണ് ആ ശക്തികൾ? നിങ്ങളുടെ അതിജീവനശേഷി, റെസിലിയൻസ്. എത്ര വലിയ പ്രശ്നം വന്നാലും തളരാതെ അതിനെ തരണം ചെയ്ത് അതിൽ നിന്ന് പഠിച്ച് കൂടുതൽ ശക്തനാകാനുള്ള കഴിവ്, നിങ്ങളുടെ ഉള്ളിലുള്ള ജ്ഞാനം, വിസ്ഡം, പുസ്തകത്തിലെ അറിവല്ല, ജീവിതാനുഭവങ്ങളിലൂടെ കിട്ടിയ വിവേകം, തിരിച്ചറിവുകൾ. അതെ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഗ്രന്ഥകർത്താവ് എടുത്തു പറയുന്നൊരു കഴിവുണ്ട്. എന്താണത്? ഏത് സാഹചര്യത്തിലും പുറത്തെന്ത് നടന്നാലും നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥ, നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള നിങ്ങളുടെ കഴിവ്, എബിലിറ്റി ടു ചൂസ് യുവർ സ്റ്റേറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ. അതായത് നിങ്ങളുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും താക്കോൽ പുറത്തുള്ള സാഹചര്യങ്ങളോ ആൾക്കാരോ അല്ല, അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്ന തിരിച്ചറിവ്. ഈ പുസ്തകം ആ കഴിവിനെ ഒന്ന് പൊടിതട്ടിയെടുക്കാൻ സഹായിക്കുന്നു. കൃത്യമായി പറഞ്ഞു. ഈ പുസ്തകത്തിലൂടെ നിങ്ങൾ ശരിക്കും പ്രവേശിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെയും ഹൃദയത്തിന്റെയും ഒരു പണിപ്പുരയിലേക്കാണ്. വർക്ക്ഷോപ്പ് നല്ല ഉപമയാണല്ലോ. അതെ, മനോഹരമായ ഒരു രൂപകമാണ്. ഒരു വർക്ക്ഷോപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയതുണ്ടാക്കുന്നു, കേടുപാട് തീർക്കുന്നു, ഭംഗിയാക്കുന്നു. ശരിയാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സാകുന്ന ഈ പണിപ്പുരയിൽ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും വിശ്വാസങ്ങളുമാണ് അസംസ്കൃത വസ്തുക്കൾ. നിങ്ങൾ വെറുമൊരു തൊഴിലാളിയല്ല അവിടെ. നിങ്ങൾ അവിടത്തെ മുഖ്യ ശില്പിയാണ്. നമ്മൾ തന്നെയാണോ ശില്പി? അതെ. ഗ്രന്ഥകർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത് 3 പ്രധാന റോളുകൾ ഏറ്റെടുക്കാനാണ്. എന്തൊക്കെയാണവ? 1. നിങ്ങളുടെ ചിന്തകളുടെ ഡിസൈനറാകുക. ഡിസൈനർ ഓഫ് തോട്ട്സ്. അതെ. നമുക്കൊരു ദിവസം ആയിരക്കണക്കിന് ചിന്തകൾ വരും. അതിനെ അപ്പടി വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാതെ നിങ്ങൾക്ക് ഉപകാരമുള്ള, നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ചിന്തകളെ ബോധപൂർവം തിരഞ്ഞെടുക്കുക. നെഗറ്റീവ് ചിന്താ പാറ്റേണുകളെ തിരിച്ചറിഞ്ഞ് മാറ്റിയെഴുതാൻ പഠിക്കുക. കൊള്ളാം. 2. നിങ്ങളുടെ വികാരങ്ങളുടെ ശില്പിയാകുക. വികാരങ്ങളുടെ ശില്പിയോ? അതെ. വികാരങ്ങൾ മോശമാണെന്നല്ല, പക്ഷേ വികാരങ്ങൾ നിങ്ങളെ ഭരിക്കുന്നതിന് പകരം നിങ്ങൾക്കാവശ്യമുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്സ്, സന്തോഷം, സമാധാനം, ഉത്സാഹം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നിലനിർത്താം എന്ന് പഠിക്കുക. നെഗറ്റീവ് വികാരങ്ങളെ ഹെൽത്തിയായി എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും പഠിക്കുക. ഓക്കെ. 3. നിങ്ങളുടെ ആന്തരിക കഥയുടെ രചയിതാവാകുക. ഓഥർ ഓഫ് യുവർ ഇന്നർ സ്റ്റോറി.
നമ്മളെല്ലാവരും നമ്മളെക്കുറിച്ച്, നമ്മുടെ കഴിവിനെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച് മനസ്സിൽ ഒരു കഥ പറയുന്നുണ്ട്. ശരിയാണ്. പലപ്പോഴും ഈ കഥ നെഗറ്റീവായിരിക്കും. പരിമിതികളുടെ കഥ, ഭയത്തിന്റെ കഥ. എന്നാൽ ആ കഥ മാറ്റിയെഴുതാനുള്ള പൂർണ്ണ അധികാരം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വിജയത്തിന്റെ, സന്തോഷത്തിന്റെ, കഴിവിന്റെ ഒരു പുതിയ കഥ നിങ്ങൾക്കെഴുതാം. നിങ്ങൾ ജീവിതത്തിലെ വെറും കഥാപാത്രമല്ല, ആ കഥയുടെ ഓഥർ കൂടിയാണ്. ഡിസൈനർ ഓഫ് തോട്ട്സ്, സ്കൾപ്റ്റർ ഓഫ് ഇമോഷൻസ്, ഓഥർ ഓഫ് യുവർ ഇന്നർ സ്റ്റോറി. കൊള്ളാം. ഈ റോളുകൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണല്ലോ. ഈ പണിപ്പുരയിൽ കയറി ഈ റോളുകളൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കഥകളെയും നമ്മൾ ബോധപൂർവം മാറ്റിയെഴുതുമ്പോൾ ശരിക്കും എന്ത് സംഭവിക്കും? എന്താണിതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട്? എഴുത്തുകാരൻ നൽകുന്ന ഉറപ്പ്, അതാണ് ശരിക്കും ഈ പുസ്തകത്തിൻ്റെയും NLP തത്വങ്ങളുടെയും കാതൽ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ആന്തരിക കഥ മാറുന്നതിനനുസരിച്ച് നിങ്ങൾ കടന്നുപോകുന്ന ലോകവും മാറും. ഇത് ശ്രദ്ധേയമാണ്. അതെ, നിങ്ങളുടെ ഉള്ളിലെ മാറ്റം പുറം ലോകത്തിൽ പ്രതിഫലിക്കുമെന്ന് മാത്രമല്ല പറയുന്നത്, നിങ്ങൾ അനുഭവിക്കുന്ന ലോകം, ദ വേൾഡ് തന്നെ മാറുമെന്നാണ്. ലോകം മാറുമെന്നോ? അതെ, ഒരേ സാഹചര്യം, ഒരേ ആൾക്കാർ, പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ നിലപാട് മാറുമ്പോൾ, നിങ്ങളുടെ ചിന്തകളും വിശ്വാസങ്ങളും മാറുമ്പോൾ, ആ സാഹചര്യത്തോടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെ മാറും. അടിമുടി മാറും. ഒരു ദുരിതമായി തോന്നിയത് ചിലപ്പോഴൊരു അവസരമായി മാറിയേക്കാം. ഒരു ശത്രുവായി കണ്ടയാൾ ഒരു സുഹൃത്തായി മാറിയേക്കാം. കാരണം നിങ്ങളുടെ റിയാലിറ്റി ഉണ്ടാക്കുന്ന ലെൻസ്, അത് നിങ്ങളുടെ മനസ്സാണ്. ശരിയാണ്. ആ ലെൻസ് മാറുമ്പോൾ കാഴ്ചയും മാറും. ഇതാണ് NLP തത്വങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു വിപ്ലവകരമായ മാറ്റം. നിങ്ങളുടെ റിയാലിറ്റിയെ രൂപപ്പെടുത്താനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലാണ്. അതെ, വളരെ ശരിയാണ്. അപ്പോ മാനസിക മാറ്റങ്ങൾക്ക് NLP തത്വങ്ങൾ എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ പ്രധാന പോയിന്റ്സ് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ? പറയാം. 1. നിങ്ങളുടെ പുറത്തുള്ള യാഥാർത്ഥ്യം, നിങ്ങൾ കാണുന്ന, അനുഭവിക്കുന്ന ലോകം, അത് നിങ്ങളുടെ ആന്തരിക ലോകത്തിന്റെ ചിന്തകൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ, പാറ്റേണുകൾ, അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഒരു മിറർ. ശരി. 2. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മാറ്റം വേണമെങ്കിൽ അത് തുടങ്ങേണ്ടത് പുറത്തുള്ള കാര്യങ്ങൾ മാറ്റാൻ ശ്രമിച്ചിട്ടല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. ആന്തരിക മാറ്റമാണ് പുറത്തുള്ള മാറ്റത്തിലേക്ക് നയിക്കുന്നത്. ഉള്ളിൽ നിന്ന് തുടങ്ങണം. അതെ. 3. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് NLP തത്വങ്ങൾ ഈ ആന്തരിക മാറ്റം സാധ്യമാക്കാൻ വെറും തിയറികളല്ല തരുന്നത്, മറിച്ച് ജീവനുള്ള താക്കോലുകൾ എന്ന് വിളിക്കാവുന്ന, ഉടനെ പ്രയോഗിക്കാൻ പറ്റുന്ന പ്രാക്ടിക്കൽ ടൂൾസും വഴികളുമാണ് നൽകുന്നത്. 4. ഈ പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഇല്ലാത്ത എന്തോ കഴിവ് തരികയല്ല ചെയ്യുന്നത്. പകരം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്ന, പക്ഷെ നിങ്ങൾ തിരിച്ചറിയാതിരുന്ന നിങ്ങളുടെ റെസീലിയൻസ്, വിസ്ഡം, നിങ്ങളുടെ സ്റ്റേറ്റ് തെരഞ്ഞെടുക്കാനുള്ള കഴിവ്, അതിനെയൊക്കെ പുറത്തു കൊണ്ടുവന്ന് അത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും. അപ്പോൾ ഈ പുസ്തകത്തെ വെറുതെ വായിച്ചു പോകാനുള്ള ഒന്നായി കാണരുത്. ഇതൊരു പ്രാക്ടിക്കൽ ഗൈഡാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ മാനുവൽ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രതികരണങ്ങളെയും ഒക്കെ വെറും യാന്ത്രികമായ ശീലങ്ങളിൽ നിന്ന് മാറ്റി അവയെ ബോധപൂർവം തിരഞ്ഞെടുക്കാനും കൺട്രോൾ ചെയ്യാനും, അതുവഴി നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ അനുഭവങ്ങളുടെ ശില്പിയാകാനും സഹായിക്കുന്നൊരു വഴികാട്ടി. അതുകൊണ്ടാണ് ആമുഖത്തിന്റെ അവസാനം ഗ്രന്ഥകർത്താവ് ആ ചോദ്യം ചോദിക്കുന്നത്. ഈ യാത്ര ഇപ്പോൾ തുടങ്ങുകയാണ്. ആർ യു റെഡി? ആർ യു റെഡി? നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ ഉള്ളിലെ ആ പണിപ്പുരയിലേക്ക് കടക്കാൻ, നിങ്ങളുടെ ചിന്തകളുടെ ഡിസൈനറാകാൻ, വികാരങ്ങളുടെ ശില്പിയാകാൻ, നിങ്ങളുടെ ജീവിതകഥയുടെ രചയിതാവാകാൻ. ഈ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കായി ഒരു ചിന്ത തരട്ടെ. തീർച്ചയായും. ഗ്രന്ഥകർത്താവ് പറയുന്ന പോലെ നിങ്ങളുടെ ആന്തരിക ലോകത്തെ മാറ്റാനുള്ള താക്കോലുകൾ നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ താക്കോൽ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ ആദ്യം ഏത് താക്കോൽ ഉപയോഗിക്കാനാണ് ആഗ്രഹിക്കുന്നത്? നല്ല ചോദ്യം. നിങ്ങളുടെ ഉള്ളിലെ ഏതു വാതിലാണ് നിങ്ങൾ ആദ്യം തുറക്കുക? ചിലപ്പോഴത് നിങ്ങളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്ന ഒരു പേടിയുടെ വാതിലായിരിക്കാം. ആകാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന ഒരു വിശ്വാസത്തിന്റെ വാതിലാകാം. അതുമല്ലെങ്കിൽ മാറ്റങ്ങളോടുള്ള നിങ്ങളുടെ ഒരു മനോഭാവം, ഒരു റെസിസ്റ്റൻസ്, അതിന്റെ വാതിലാകാം. ശരിയാണ്. നിങ്ങൾ ആദ്യം മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഏത് ചിന്ത, ഏത് വികാരം, ഏത് വിശ്വാസം, ഏത് പെരുമാറ്റ രീതി, ഇതിനെക്കുറിച്ച് ശാന്തമായി ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ ആദ്യത്തെ വാതിൽ തിരിച്ചറിയുന്നത്, ആ ആദ്യത്തെ താക്കോൽ തിരഞ്ഞെടുക്കുന്നത്, അതുതന്നെ ഈ പുസ്തകം പറയുന്ന വലിയ മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ്. തീർച്ചയായും. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നമുക്ക് അടുത്ത ഭാഗത്ത് പുസ്തകത്തിലെ കൂടുതൽ ആഴത്തിലുള്ള ആശയങ്ങളിലേക്ക് കടക്കാം.